പീരുമേട്ടിൽ പ്ലാക്കത്തടത്ത് വനത്തിനുള്ളിൽ മരിച്ച ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട പീരുമേട് ഡിവിഎസ്പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മാർച്ച് പോലീസ് തടഞ്ഞതോടുകൂടിയാണ് സംഘർഷം ഉടലെടുത്തത്. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ അല്ല എന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സർജൻ കണ്ടെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സീത മരിച്ച സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സീതയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുമില്ല. കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത മരിച്ചതെന്ന മൊഴിയിൽ ഭർത്താവ് ബിനിയും മക്കളും ഉറച്ചു നിൽക്കുകയുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്നു, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഡോക്ടർ പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന്. എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? 13-ാം തീയതി ഇന്ന് 28-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും ദിവസങ്ങളായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അവിടെയാണ് ഈ ദുരൂഹത നിലകൊള്ളുന്നത്. അത്തരത്തിൽ ഡോക്ടർ മണ്ഡല പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായിരുന്നു. ഷാഗുൽ ഹമീദ്, ശാന്തി രമേശ്, പി കെ ചന്ദ്രശേഖരൻ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, നിക്സൺ ജോർജ്, പി കെ രാജൻ, മനോജ് രാജൻ, മജോ കാര്യമുട്ടം, ഹൈദ്രോസ് മിരാൻ, പി ടി വർഗീസ്, പി പി റഹീം, തമ്പി വരയന്നൂർ സിദ്ദിഖ്, ഷാരി ബിൻ ശങ്കർ, കെ എൻ നജീബ്, ജി മഹേന്ദ്രൻ, അനീഷ് സി കെ, രാജു കുടമാളൂർ, ജസ്റ്റിൻ മോൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.